ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് ബാംഗ്ലൂരിലുള്ള. ഇനി ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ സമയം രാവിലെ 10:50 ആയിക്കുന്നു. ഞാൻ ലാൽബാർഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടുന്ന് ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ഒരു സമ്മർ പാലസ് ഉണ്ട്. ആ ഒരു സമ്മർ പാലസ് കാണാൻ പോവാണ്. ഇത് പഴയ ബാംഗ്ലൂരിൻ്റെ മധ്യഭാഗത്തായിട്ട് കലാസിപ്പാല്യ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലാൽബാർഗിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് ദൂരമുള്ളൂ, ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ലാൽബാഗിൻ്റെ മുന്നിൽ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും. ബാംഗ്ലൂർ സിറ്റി ഇങ്ങനെ മൊത്തം കറക്കി കാട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ ട്രിപ്പുകളുണ്ട്. ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് പോകുകയാണെന്നല്ല, എന്നാൽ കംപ്ലീറ്റ് ഒരു ദിവസം കൊണ്ട് എല്ലാതും കവർ ചെയ്യുക. രാവിലെ നേരത്തെ ഇറങ്ങിയാൽ മതി. ഞാനിപ്പം ടിപ്പു സുൽത്താൻ പാലസിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇവിടെ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. പലരും സംഭവം കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങി വരുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. ടിക്കറ്റ് പ്രൈസ് 20 രൂപയാണ്. പക്ഷേ 20 രൂപ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ ബാർകോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന്ന് കൊടുത്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് സംഭവം ഉള്ളത്. ഇതിന് 20 രൂപയാണ് ഒരു ചാർജ്. ഞാൻ എൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ബാങ്ക് ട്രാൻസ്ഫറാണ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഈ ടിപ്പു സുൽത്താൻ്റെ അതിലേക്ക് കയറാനുള്ള ഈ റെസീറ്റും കാര്യങ്ങളും വരും. അതിൽ നമ്മളെ പേര്, ഡേറ്റ്, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ചെറിയൊരു കട്ടയൊക്കെ വിരിച്ചിട്ടൊരു ഭാഗമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗമുള്ളൂ, റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി അധികം ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പുല്ലൊക്കെ പതിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ടോ, അതൊന്നും മുമ്പത്തെ കാലത്തുള്ളതല്ല. ഇങ്ങനെ ഈ ബാക്ക് സൈഡിൽ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ആളുകളെ തിരക്കൊന്നും കാണാനില്ല, ഞാൻ തന്നെ ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കട്ട വിരിച്ച് അതിൽ കൂടി അങ്ങനെയായിട്ട് മുന്നോട്ട് പോവുക. ഇതിങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ഒരു സമ്മർ പാലസാണിത്. ഇത് ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ്. മുമ്പ് നമ്മളെ മൈസൂർ ഭരണാധികാരി ആയിരുന്നല്ലോ ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതി സമ്മർ പാലസ് എന്ന് പറയും. ഈ ബാംഗ്ലൂർ കോട്ടൻ്റെ മതിലുക്കുള്ളിലാണ് ഇത്. ഹൈദരലിയാണ് ഇതിന് നിർമ്മാണം ആരംഭിച്ചത്. ഹൈദരലി ടിപ്പു സുൽത്താൻ്റെ ഫാദർ ആയിരുന്നു. 1791 ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഇത് പൂർത്തീകരിച്ചത്. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ്റെ മരണശേഷം പിന്നെ ഇത് ബ്രിട്ടീഷ് ഭരണകൂടം ഇത് സെക്രട്ടേറിയറ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മുകളിലേക്കൊരു തട്ടുണ്ട്, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങനെ കയറി പോകാൻ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല, അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ് ഇതുള്ളത്. ഇവിടെ നല്ല ഒരു കൂളിംഗ് ആണ് ഇതിൻ്റെ അകത്തുള്ള. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മരത്തിൻ്റെ തൂണും കാര്യങ്ങളും, ചെറിയൊരു ബാൽക്കണി പോലെ കണ്ടില്ലേ. ഇത് മുമ്പ് കോടതിയായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് തന്നെ. ഈ ഒരു സമ്മർ സമയത്ത് ഇതുണ്ടല്ലോ, താഴത്തൊരു പില്ലറിൻ്റെ താഴൊരു ഇതും ഇതിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് തേക്കിൻ്റെതാണെന്ന് പറയുന്നത്. മുകളിൽ അതേപോലെ സപ്പോർട്ട്. ഏതായാലും വലിയ തിരക്കോ കാര്യങ്ങളില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ അകത്തൊരു സെക്യൂരിറ്റിക്കാരനുണ്ട്.
പുള്ളിക്കാരൻ കയറി ഉടനെ തന്നെ ക്യാമറ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിനുള്ളിൽ അങ്ങനെ ക്യാമറ എടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടന്നിക്കുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇപ്പം നമ്മൾ ഫ്രണ്ട് കൂടി വന്ന് ഈ സെൻറ്ററിലൊരു റൂം, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ബാക്ക് സൈഡ്. ബാക്കും ഫ്രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ആർച്ചും കാര്യങ്ങളും മുകളിലേക്ക് കയറാനുള്ള കോണി കാര്യങ്ങൾ 2 സ്ഥലങ്ങളിലുണ്ട്. ഒക്കെ ഒരു ബ്ലാക്കിഷ് കളറുണ്ട് അല്ലേ. ആ ഒരു സ്റ്റെയർ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ, ഇതിലങ്ങനെ മുകളിലേക്ക് കയറാം. അതേപോലെ ഇത് ബാൽക്കണിയൊക്കെ മോഡൽ. ഇത് ഫുള്ളില്ല, കുറച്ച് ബാക്കിലേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. ഇതേപോലത്തെ ഒരു കോണി മറ്റേ സൈഡിലുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഇതുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ വേറെയുണ്ട്. ഹൈദരലി പിന്നെ രാജാവ് ബാംഗ്ലൂർ പിന്നെ കോട്ടൻ്റെ മതിലുക്കുള്ളിലാണ് ഇത് സ്ഥാപിച്ചത്. 1791 ഇതിൻ്റെ പണി കഴിഞ്ഞു പറഞ്ഞില്ല. അതിൻ്റെ ഒരു 10 വർഷം മുമ്പാണ് ടിപ്പു സുൽത്താൻ്റെ ഫാദർ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട്. പക്ഷേ ടിപ്പു സുൽത്താനാണ് ഇത് ഫിനിഷാക്കിയിട്ടുള്ളത്. ഇതാണ് മുകളിലേക്ക് കയറാനുള്ള മറ്റേ കോണി. ടിപ്പു സുൽത്താൻ്റെ മരണശേഷം പിന്നെ ബ്രിട്ടീഷ് ഭരണകൂടം ഇതൊരു സെക്രട്ടേറിയറ്റിനായി ഉപയോഗിച്ചിരുന്നു. ഈ ഒരു പാലസിന് വുഡൻ പാലസ് എന്നുള്ളൊരു പേരുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തേക്ക് മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനുള്ളിലുള്ള സീലിങ്ങും തൂണുകളും മറ്റൊക്കെ. ഞാനിപ്പം കോട്ടൻ്റെ ഈ സമ്മർ പാലസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കുന്നത്. പുറത്തെ ബാക്ക് സൈഡിലുള്ള ബാക്ക് സൈഡിൽ നിന്നുള്ള കാണുന്ന കാഴ്ച തന്നെ. ബാക്കിൽ ഇതിൻ്റെ അതിർത്തിയിലേക്ക് അധികം ദൂരമല്ല, കുറച്ച് ദൂരമുള്ളൂ. ഇവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ചാടുന്ന മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന സംഭവം തോന്നുന്നുണ്ട്. പിന്നെ കുറേ ഇതിനോട് ചാരിയിട്ടുള്ള കട്ടകളൊക്കെ ഉണ്ട്, മാർബിൾ പീസുകളൊക്കെ. അതൊക്കെ പൊളിച്ച് എന്തൊക്കെ മെയിൻ്റനൻസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതായത് മൊത്തം ഒരു മെയിൻ്റനൻസ് പണി ആകാൻ അയക്കുന്നു. ഉള്ളു കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് കംപ്ലീറ്റ് മെയിൻ്റനൻസ് ചെയ്യാൻ അയക്കുന്നു എന്നുള്ളൊരു വിവരം. അപ്പോൾ ആ ഒരു പണിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അതിര്, ഈ ഒരു മതിലാണുള്ളത്. അപ്പോൾ ഇതിലെ അങ്ങനെ അങ്ങോട്ട് ഇനി നടന്നു പോകുന്നത്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡിലെ ഇത്. ടിപ്പു സുൽത്താൻ്റെ കോടതി, അതായത് ദർബാർ, ഇതിൻ്റെ മുകളിലെ നിലയിലെ കിഴക്കും പടിഞ്ഞാറും ബാൽക്കണി ഉണ്ട്. അവിടെയാണെന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പ്രവേശനമില്ല പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞ ഇതിൻ്റെ മുകളിൽ ടിപ്പു സുൽത്താൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മഹത്തായ സിംഹാസനത്തിൻ്റെ ചിത്രമുണ്ട്. പിന്നെ പുഷ്പങ്ങളുടെ രൂപം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ റൂം അലങ്കരിച്ചിട്ടുള്ളതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സിംഹാസനം ഉണ്ടല്ലോ, അത് സ്വർണ്ണ ഷീറ്റുകൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ മരതക കല്ലുകൊണ്ട് നല്ലോണം അലങ്കരിച്ചിരുന്നു. ഇവിടെയൊക്കെ കുഴിയൊക്കെ എടുത്തിട്ടുള്ള പല പല പരിപാടികളുണ്ട്. ഇത് ശബ്ദം തേക്കിൻ്റെ മരത്തിൻ്റെ മുകളിൽ മുട്ടുമ്പോഴുള്ള ശബ്ദമാണ്. കംപ്ലീറ്റ് തേക്കാണ് സംഭവം, മൊത്തം പില്ലറുകൾ. കാശ്മീരിലെ ജാമിയ മസ്ജിദ് ഇതേപോലെ പിന്നെ 378 പില്ലറുകളുണ്ട്. ഒറ്റ മരത്തിൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സിംഹാസനം പിന്നെ ടിപ്പു ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയെങ്കിലുള്ളൂ ഞാൻ അതിൽ കയറാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് ഈ സിംഹാസനം പിന്നെ പൊളിച്ചിട്ട് ലേലത്തിൽ വിൽക്കുക ചെയ്ത്. കാരണം ഒരു വ്യക്തിക്ക് വാങ്ങാൻ മാത്രം ചിലവേറിയതായിരുന്നു, അത്രയും ചിലവുള്ളതായിരുന്നു. ഇവിടെ അതിൻ്റെ വർഷവും കാര്യങ്ങളൊക്കെ 1781 തുടങ്ങിയിട്ട് 1791 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ഹൈദരലീൻ്റെ കാലത്തുണ്ടാക്കി ടിപ്പു സുൽത്താൻ അത് പണി ഫിനിഷാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കുറച്ചുള്ള ഏരിയ ഉള്ളത്. അങ്ങനെ വന്ന് ഇത് ബാക്കിൽ നമ്മുടെ ഇത് സമ്മർ പാലസ്. പിന്നെ ഇതിൻ്റെ വലതുഭാഗത്താണ് കൂടുതൽ ഭാഗമുള്ളത്. ഈ ഒരു ഭാഗത്ത് കണ്ടമാനം പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു. ഇവിടെ കണ്ണ് പൊട്ടന്മാർക്ക്, കാഴ്ചയില്ലാത്തവർക്ക് വായിക്കാൻ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെന്ന് കയറുന്ന അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇംഗ്ലീഷിലും കാര്യങ്ങളൊക്കെ അത് വേറെയുണ്ട്. സുൽത്താൻ പാലസിനെ പറ്റിയിട്ട് ഉള്ളത് ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വിദേശികൾക്ക് വേണ്ടിയിട്ട്. വിദേശികൾക്ക് 200 രൂപയാണ് ചാർജ്. നമ്മുടെ സ്വദേശികൾക്ക് 20 രൂപ, അതിൻ്റെ 10 ഇരട്ടി. അതങ്ങനെ തന്നെയാണ് പൊതുവെ. അതിപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോയാലും അങ്ങനെ തന്നെയാണ്. യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ യൂറോപ്യന്മാരെക്കാട്ടും കൂടുതൽ ചാർജ് നമുക്കവിടെ കൊടുക്കണം. അത് മൊത്തം വേൾഡിൽ മൊത്തമുള്ളൊരു സംഭവമാണ്. താജ്മഹലിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് 250 രൂപ കൊടുക്കേണ്ട അടുത്ത് അവർക്ക് അത് 1000 രൂപ കൊടുക്കണം. ഞാനിപ്പോൾ ഉള്ളത് ഈ പാലസിൻ്റെ ബൗണ്ടറിൻ്റെ വലത്തേ മൂലക്കലാണ്. ആ മൂലക്കുന്ന് കാണുന്ന ഭാഗമാണ്. ഇവിടെ കംപ്ലീറ്റ് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഉഷാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടുന്ന് ഞാനിഞ്ഞ് പുറത്തേക്ക് കടക്കുകയാണ്. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. 1778, 1789,
കന്നഡയിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ എത്തിക്കുന്നു അതിൻ്റെ സന്ദർശകർ. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. ഒന്നുകൂടി മെയിൻറ്റെയിൻസ് ചെയ്യണം, കാരണം പണികളൊക്കെ നടക്കുന്നുണ്ട്, പുറത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ ഇനിയും കുറേ പെയിൻ്റൊക്കെ അടിച്ച് ഉഷാറാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റോട്ടിൽ ഞാൻ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾ കാണണം. ഇനിയും ബാംഗ്ലൂരിൻ്റെ പുതിയ പല എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, ലോകയാത്രകൾ, ഇന്ത്യൻ യാത്രകളൊക്കെ ഉണ്ട്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.